everyone. അപ്പോൾ എല്ലാവരും ലാസ്റ്റ് 5 ചാപ്റ്റേഴ്സ് ഒക്കെ കംപ്ലീറ്റ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ. നമ്മൾ ലാസ്റ്റ് പഠിച്ച 5th ചാപ്റ്ററിൻ്റെ ഒരു കണ്ടിന്യൂസ് ആയിട്ടാണ് ഇനി നമ്മൾ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ. സോ വെൽക്കം ടു എക്സാം പോയിന്റ്. ഇന്ന് നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ പഠിക്കാൻ പോകുന്നത് +1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ 6th ചാപ്റ്ററായ ഇൻട്രൊഡക്ഷൻ ടു പ്രോഗ്രാമിംഗ്. ഞാൻ ഈ ചാപ്റ്ററിൻ്റെ നോട്ട്സ് എല്ലാം പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് മാക്സിമ പബ്ലിഷേഴ്സിൻ്റെ എക്സാം പോയിന്റ് എന്ന ഗൈഡിൽ നിന്നാണ്. ഈ ഒരു ഗൈഡ് നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ നോട്ട്സും സാമ്പിൾ പ്രോബ്ലംസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും എല്ലാം ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതോടെ വെച്ച് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ ഈസി ആയിരിക്കും. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് എന്താണെന്ന് പറഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ ടു പ്രോഗ്രാമിംഗ്. അപ്പോൾ പ്രോഗ്രാമിങ്ങിൻ്റെ കുറച്ച് ബേസിക്സ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് ചാപ്റ്റേഴ്സിലൊക്കെ പഠിച്ചു അല്ലേ. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ട് തന്നെയാണ് ഇതൊരു ചെറിയ ചാപ്റ്ററാണ്. നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചതിൻ്റെ ബാലൻസ് ആയിട്ട് തന്നെ വരുന്നൊരു ചാപ്റ്ററാണ്. പോരാതെ തന്നെ ഇവിടെ നമ്മൾ കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ ചെയ്ത് നോക്കും, നമ്മളൊന്ന് എഴുതി നോക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് പോയാലോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെ പഠിക്കാനുണ്ടെന്ന് നോക്കാം. നമ്മുടെ മെയിൻ കോൺസെപ്റ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഏതൊക്കെയാണ്? ഫസ്റ്റ് തന്നെ വരുന്നത് സ്ട്രക്ചർ ഓഫ് C++ പ്രോഗ്രാം. ഇപ്പം മിസ് പറഞ്ഞിരുന്നു +1 നിങ്ങൾക്ക് പഠിക്കാനുള്ള ആകെയുള്ള ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത് C++ ആണ്. അപ്പോൾ അതിൻ്റെ ബേസിക് സ്ട്രക്ചർ എന്താണെന്ന് അറിഞ്ഞിരിക്കണ്ടേ? അപ്പോൾ അതാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. അതിൽ പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ്സ് വരുന്നുണ്ട്, ഹെഡർ ഫയൽസ് വരുന്നുണ്ട്. പിന്നെ ആ ഒരു സ്ട്രക്ചർ വെച്ചിട്ട് നമ്മളൊരു സാമ്പിൾ പ്രോഗ്രാം കൂടി നോക്കും. ഓക്കെ, then stylistic guidelines for variables and comments. Okay, then അത് കഴിഞ്ഞ് വരുന്നതാണ് വേരിയബിൾ ഇനിഷ്യലൈസേഷൻ. ഈ ഒരു വേരിയബിൾ ഇനിഷ്യലൈസേഷൻ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ്. എന്നാലും മിസ് ഒന്നും കൂടെ പറയാം. then യൂസ് ഓഫ് കോൺസ്റ്റ് ആക്സസ് മോഡിഫയർ, അതും പഠിച്ചാണ്, എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ കോൺസ്റ്റ് എന്ന് പറയുന്ന ആക്സസ് മോഡിഫയർ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന്. then അടുത്തത് വരുന്നത് ടൈപ്പ് മോഡിഫയേഴ്സ് ആണ്. then മോർ ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, ഓപ്പറേറ്റേഴ്സ് നമ്മൾ കുറച്ച് പഠിച്ചല്ലേ. അതിൽ നമ്മൾ കമ്പൈൻ ചെയ്ത് പറയുന്നതാണ് അരിത്തമെറ്റിക് അസൈൻമെന്റ്, ഇൻക്രിമെന്റ് ആൻഡ് ഡിക്രിമെന്റ്, then precedence of operators. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആ ഒരു പോർഷനിൽ പഠിക്കും. then ലാസ്റ്റ് വരുന്നതാണ് ടൈപ്പ് കൺവേർഷൻസ്. ഇവിടെയാണ് ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷനും എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ. ഇങ്ങനെ ഈ ഒരു 2 ടോപ്പിക്കും കൂടെയാണ് വരുന്നത്. അപ്പോൾ ഇത്രയോടുകൂടി നമ്മുടെ ഈ ഒരു ചാപ്റ്റർ തീരും. വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. നമുക്കിപ്പോൾ വേഗം ഫസ്റ്റ് ടോപ്പിക്കിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ വരുന്നത് എന്തായിരുന്നു? സ്ട്രക്ചർ ഓഫ് C++ പ്രോഗ്രാം അല്ലേ. ഓക്കെ, അപ്പോൾ എന്താണ് സ്ട്രക്ചർ എന്നുള്ളതൊന്ന് നോക്കാം. ഹാഷ് ഇൻക്ലൂഡ് ഹെഡർ ഫയൽ മെൻഷൻ ചെയ്യുക. ദെൻ യൂസിങ് നെയിം സ്പേസ്, അവിടെ ഐഡന്റിഫയർ കൊടുക്കണം. ദെൻ ഇൻറ്റ് മെയിൻ കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ദെൻ താഴെ നമ്മൾ സ്റ്റേറ്റ്മെന്റ്സ് എഴുതണം. അത് കഴിഞ്ഞ് റിട്ടേൺ 0 വെച്ചിട്ട് ആ ഒരു കേളി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഇതാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഓരോ സെന്റൻസ് ആയിട്ട് നമുക്ക് ഓരോ കോഡും എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വരുന്നത് ഹാഷ് ഇൻക്ലൂഡ്. എപ്പോഴും ഏതൊരു C++ പ്രോഗ്രാമും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും, ഹാഷ് ഇൻക്ലൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ് ആണ്. ഓക്കെ, പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ്, അതായത് നമുക്ക് ഈ ഒരു പ്രോഗ്രാമിലേക്ക് ആവശ്യമുള്ള C++ കുറച്ച് ഫയൽസ് ഉണ്ട്. C++ ലൈബ്രറിയിൽ ഇരിക്കുന്ന കുറച്ച് ഫയൽസ് ഉണ്ട്. ആ ഫയൽസ് ഇതിലേക്ക് കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹാഷ് ഇൻക്ലൂഡ് എന്ന് നമ്മൾ കൊടുക്കുന്നത്. ആ ഒരു പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ് നമ്മൾ യൂസ് ചെയ്യുന്നത് കുറച്ച് ഫയൽസ് ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതാണ് ഹാഷ് ഇൻക്ലൂഡ്. എന്നിട്ട് നമ്മളിവിടെ ഹെഡർ ഫയൽ കൊടുക്കാം. ഇപ്പം നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇൻപുട്ട് ചെയ്യണം, എന്തെങ്കിലും ഇൻപുട്ട് ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഔട്ട്പുട്ട് നമുക്ക് കിട്ടണം. നമ്മൾ CINനും Coutട്ടും പഠിച്ചില്ലേ. അപ്പം ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ ഇത് ഓൾറെഡി CINനും Cout എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ആണെന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്, ലാസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണ്. അപ്പോൾ ആ ഒരു ഒബ്ജക്ട്സ് ഒക്കെ ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഫയൽ നമുക്ക് ഇതിലേക്ക് കൊണ്ടുവന്നാൽ മതി. നമുക്ക് എല്ലാ പ്രോഗ്രാമിങ്ങിലും ഇത് നമുക്ക് എഴുതാനായിട്ട് പറ്റില്ല. അപ്പോൾ ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മൾ ഇവിടെ എടുത്ത് യൂസ് ചെയ്യണം. അപ്പോൾ ആ ഒരു ഫയൽ, ആ ഒരു ഹെഡർ ഫയൽ ഇതിലേക്ക് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഒക്കെ ചെയ്യാനുള്ള ഹെഡർ ഫയൽ എന്ന് പറയുന്നത് IOStream. ഓക്കെ, IOStream എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് ഔട്ട്പുട്ട് സ്ട്രീം. ഓക്കെ, അപ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഫയലാണ് IOStream. അപ്പോൾ നമ്മളത് ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഹെഡർ ഫയലിൻ്റെ പ്ലേസിൽ നമ്മൾ IOStream പോലുള്ള ഫയൽസ് നമ്മൾ മെൻഷൻ ചെയ്യും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്താ പറയുന്നത്? താഴെ യൂസിങ് നെയിം സ്പേസ് ഐഡന്റിഫയർ നമ്മൾ കൊടുക്കണം. നെയിം സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നമ്മളിപ്പം നെയിം സ്പേസ് എന്ന് പറയുന്നത് ഒരു സെക്ഷൻ ആയിട്ട് നമുക്ക് പറയാം. ഇപ്പം നമ്മളൊരു ഫയൽ എടുക്കുകയാണ്, ആ ഫയൽസിൽ കുറേ സെക്ഷൻസ് ഉണ്ട്. ആ സെക്ഷൻസിൻ്റെ ഉള്ളിൽ പിന്നെയും കാര്യങ്ങളുണ്ടാവും ഇല്ല. ഇപ്പോൾ ഒരു ടെക്സ്റ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രണ്ടിലൊരു ഇൻഡെക്സ് ഉണ്ടാവും, അതിൻ്റെ അകത്ത് മെയിൻ കണ്ടന്റ് കൊടുക്കും. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ചാപ്റ്ററിലേക്ക് പോകും, അതിൽ ഓരോ സെക്ഷൻ ഉണ്ടാവും. അങ്ങനെയല്ലേ പോകുന്നത്. അപ്പോൾ അതുപോലെ നെയിം സ്പേസ് എന്ന് പറയുന്നത് ഈ ഫയൽസിലെ ഓരോ സെക്ഷൻസിനെ വിളിക്കുന്ന പേരാണ്. ഓക്കെ, അപ്പോൾ യൂസിങ് നെയിം സ്പേസ്, അതായത് ഈ ഒരു നമ്മൾ ഏത് ഹെഡർ ഫയലാണോ കൊടുക്കുന്നത് ആ ഹെഡർ ഫയലിലെ ഒരു സെക്ഷൻ നമ്മൾ യൂസ് ചെയ്യുക. അതാണ് പറയുന്നത് യൂസിങ് നെയിം സ്പേസ്. ഐഡന്റിഫയർ, ഏത് ഐഡന്റിഫയർ ആണ് യൂസ് ചെയ്യുന്നത്? നമ്മളിവിടെ IOStream എഴുതുമ്പോൾ നമ്മൾ STD
അതായത് സ്റ്റാൻഡേർഡ്, STD എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡിന്റെ ഷോർട്ട് ഫോം ആയിട്ട് നമ്മൾ ആ ഒരു കീവേഡ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ യൂസിങ് നെയിം സ്പേസ് STD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന ആ ഒരു ഫയൽ, നമ്മുടെ ഹെഡർ ഫയലിനുള്ളിലുള്ള ആ ഒരു സെക്ഷൻ, നെയിം സ്പേസ് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിൽ നിന്ന് നമുക്ക് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ യൂസ് ചെയ്യണം. അപ്പോൾ നമ്മൾ അതിനാണ് ഹാഷ് ഇൻക്ലൂഡ് ഹെഡർ ഫയൽ എന്താ കൊടുത്തേ, IOStream കൊടുക്കാം. യൂസിങ് നെയിം സ്പേസ് ഏത് ഐഡന്റിഫയർ ആണോ നമുക്ക് വേണ്ടത് അത് അവിടെ മെൻഷൻ ചെയ്യാം. അതായത് ഒരു ഫയലിൽ എന്താണോ നമുക്ക് വേണ്ടത് അതാണ് അവിടെ കൊടുക്കുന്നത്. ഓക്കെ, ദെൻ അത് കഴിഞ്ഞ് വരുന്നത് എന്താണ്, ഇൻറ്റ് മെയിൻ. ഓക്കെ, ഈ ഒരു ഫംഗ്ഷനിലാണ് നമ്മൾ എല്ലാ പ്രോഗ്രാംസും സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ വേറെ വേറെ ഫംഗ്ഷൻസ് ചെയ്തും അതെന്താണെന്നുള്ളത് നമ്മൾ വരുന്ന ചാപ്റ്റേഴ്സിൽ പഠിക്കും. ഇൻറ്റ് മെയിൻ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഏതൊരു പ്രോഗ്രാമും സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഫംഗ്ഷനായിട്ട് പറയുന്നത്. അപ്പോൾ ഒരു ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഇങ്ങനെ എഴുതിയിട്ട് നമ്മൾ താഴെ ഒരു കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അതാണ് ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ താഴെ സ്റ്റേറ്റ്മെന്റ്സ് എന്ത് വേണമെങ്കിലും വരാം. ഇപ്പം നമുക്ക് എന്താണോ പ്രോഗ്രാം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അത് നമ്മൾ അവിടെ എഴുതും. സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ ഏതൊക്കെയാണ് കുറേ പഠിച്ചിരുന്നല്ലോ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെയാണ് നമ്മളിവിടെ താഴെ എഴുതുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് നമുക്ക് റിട്ടേൺ 0. ഈ ഒരു റിട്ടേൺ 0 എന്ന് പറഞ്ഞ് നമ്മൾ എഴുതുന്നത് എൻഡിലാണ്, ഏറ്റവും അവസാനമാണ് നമ്മൾ റിട്ടേൺ 0 എന്ന് എഴുതുന്നത്. ഈ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് മനസ്സിലാവണം, അതായത് ഈ ഒരു പ്രോഗ്രാം കറക്റ്റ് ആയിട്ട് ഔട്ട്പുട്ട് കിട്ടി എൻഡ് ചെയ്തു. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റിട്ടേൺ 0 ലാസ്റ്റ് കൊടുത്തിട്ട് നമ്മൾ ഇവിടെ ഓപ്പൺ ചെയ്ത കേളി ബ്രാക്കറ്റ് ഏറ്റവും ലാസ്റ്റ് അത് ക്ലോസ് ചെയ്യണം. എവിടെ നമ്മൾ ഓപ്പൺ ചെയ്യുന്നു അതിന്റെ ആ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമ്മളത് ക്ലോസ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പൊ ഇങ്ങനെയാണ് C++ന്റെ സ്ട്രക്ചർ വരുന്നത്. അപ്പൊ എന്തൊക്കെ വരുന്നുണ്ട്, ഹാഷ് ഇൻക്ലൂഡ് എന്ന് പറഞ്ഞൊരു പ്രീ പ്രോസസ്സർ, ദെൻ ഹെഡർ ഫയൽ വരുന്നുണ്ട്, നെയിം സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്ഷനാണ്, ആ ഒരു ഫയലിലെ ഒരു സെക്ഷനാണ്. ദെൻ ആ സെക്ഷനിൽ നമുക്ക് എന്താണോ യൂസ് ചെയ്യേണ്ടത് അതാണ് ഇവിടെ ഒരു ഐഡന്റിഫയർ ആയിട്ട് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് ഇൻറ്റ് മെയിൻ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഫംഗ്ഷൻ ഓപ്പൺ ചെയ്യുന്നുണ്ട്, അവിടെ ഒരു കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. പിന്നെ സ്റ്റേറ്റ്മെന്റ്സ് എന്തൊക്കെയാണോ നമുക്ക് അവിടെ ചെയ്യേണ്ടത്, എന്ത് പ്രോഗ്രാം ആണോ ചെയ്യേണ്ടത് ആ ഒരു കാര്യങ്ങൾ ആ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ആ ഒരു ഏരിയയിൽ നമ്മൾ എഴുതാം. ദെൻ ഏറ്റവും ലാസ്റ്റ് റിട്ടേൺ 0 കൊടുത്ത് കേളി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് എൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ C++ന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. നമുക്കൊരു സാമ്പിൾ നോക്കാം. നോക്കിക്കേ, ഹാഷ് ഇൻക്ലൂഡ് IOStream. കണ്ടോ, നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് ഫയൽസ് ആണ് വേണ്ടത്. അപ്പോൾ നമ്മൾ IOStream എടുത്തു. എന്നിട്ട് നമ്മൾ ഏതാ എടുത്തത്, സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന ഒരു നെയിം സ്പേസ് ആണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിന് യൂസ് ചെയ്തത്. അതാണ് STD, യൂസിങ് നെയിം സ്പേസ് STD അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന നെയിം സ്പേസ് നമ്മൾ IOStreamൽ നിന്ന് യൂസ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, ഇൻറ്റ് മെയിൻ നമ്മൾ ഫംഗ്ഷൻ ഓപ്പൺ ചെയ്തു. ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത് ജസ്റ്റ് ഹലോ വെൽക്കം ടു C++ എന്നൊരു ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കണ്ടു, സി ഔട്ട് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, നമ്മളൊരു ഡബിൾ കോട്ട്സിൽ നമ്മൾ എന്ത് കൊടുത്തു, ഹലോ വെൽക്കം ടു C++ എന്ന് കൊടുത്തു. എന്നിട്ട് റിട്ടേൺ 0 ആ ഒരു കേളി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. അപ്പോൾ ഇതിന്റെ ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് കിട്ടുന്നത് ഇങ്ങനെ ആയിരിക്കും, ഹലോ വെൽക്കം ടു C++. അതായത് ഈ ഒരു ഡബിൾ കോട്ട്സിൽ നമ്മൾ എന്താണോ കൊടുത്തത്, സി ഔട്ട് എഴുതിയിട്ട് നമ്മൾ ഡബിൾ കോട്ട്സിൽ എന്താണോ കൊടുത്തത് അതാണ് നമുക്ക് ഇവിടെ ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതൊരു C++ പ്രോഗ്രാം എഴുതിയാലും ഇത്രയും കോഡ് എല്ലാത്തിലും സെയിം ആയിരിക്കും. ഇങ്ങനെ ആയിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എൻഡ് ചെയ്യുന്നതും ഇതിലായിരിക്കും എൻഡ് ചെയ്യുക. അതിനിടയിലാണ് നമുക്ക് എന്ത് പ്രോഗ്രാം ആണോ ചെയ്യേണ്ടത്, എന്താണോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആ ഒരു കാര്യങ്ങൾ, സ്റ്റേറ്റ്മെന്റ്സും ഫംഗ്ഷൻസും എല്ലാ സംഭവങ്ങളും എഴുതുന്നത്. കണ്ടോ, ഇവിടെ ഇപ്പം നമ്മുടെ ഉദ്ദേശം എന്തായിരുന്നു, ഹലോ വെൽക്കം ടു C++ എന്ന് നമുക്ക് പ്രിന്റ് ചെയ്ത് കാണിക്കണം. അപ്പം നമ്മൾ എന്ത് ചെയ്തു, സി ഔട്ട് കൊടുത്തു. ഡബിൾ കോട്ട്സിൽ നമ്മൾ ഹലോ വെൽക്കം ടു C++ എന്ന് എഴുതിയിട്ട് ആ ഒരു സ്റ്റേറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്തു. കണ്ടോ, അപ്പൊ ഇങ്ങനെയാണ് C++ന്റെ പ്രോഗ്രാം എഴുതുന്നത്. ക്ലിയർ ആണല്ലോ. അടുത്തത് വരുന്നത് സ്റ്റൈലിസ്റ്റിക് ഗൈഡ്ലൈൻസ് ഫോർ വേരിയബിൾസ് ആൻഡ് കമന്റ്സ് ഗൈഡ്ലൈൻസ് ഫോർ കോഡിംഗ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഗൈഡ്ലൈൻസ്, നമുക്ക് വേരിയബിൾസിന് കൊടുക്കേണ്ട ഗൈഡ്ലൈൻസും അതുപോലെ കമന്റ്സിന് കൊടുക്കേണ്ട, കോഡ് ചെയ്യുമ്പോൾ നമ്മൾ കമന്റ്സിന് കൊടുക്കേണ്ട എന്തൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഫസ്റ്റ് വൺ പറയുന്നത് യൂസ് സ്വീറ്റബിൾ നെയിമിംഗ് കൺവെൻഷൻ ഫോർ ഐഡന്റിഫയേഴ്സ്. അതായത് ഇപ്പൊ നിങ്ങളോട് പറയാണ് ഒരു എംപ്ലോയിയുടെ സാലറി കാണണം, ആഫ്റ്റർ ഡിഡക്ഷൻ എത്രയാണ് ആ ഒരാളുടെ സാലറി എന്ന് കാണണം എന്ന് വിചാരിക്കാം. അപ്പൊ നിങ്ങൾ എന്ത് എഴുതും, നിങ്ങൾക്ക് വേണമെങ്കിൽ ടോട്ടൽ സാലറി അല്ലെങ്കിൽ നെറ്റ് സാലറി എന്ന് പറഞ്ഞിട്ട് A എന്ന് കൊടുക്കാം, പിന്നെ എന്താ ഗ്രോസ് സാലറി എന്ന് പറഞ്ഞ B എന്ന് കൊടുക്കാം, ഡിഡക്ഷൻ എന്ന് പറഞ്ഞ് C എന്ന് കൊടുക്കാം. അപ്പൊ നിങ്ങൾ എന്ത് എഴുതും, A = B - C എന്ന് എഴുതും അല്ലെ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, താഴെ A എന്ന് പറയുന്നത് ടോട്ടൽ ആണ്, B എന്ന് പറയുന്നത് ഗ്രോസ് സാലറി ആണ്, C എന്ന് പറയുന്നത് ഡിഡക്ഷൻ ആണ്, ഇങ്ങനെ നിങ്ങൾ മെൻഷൻ ചെയ്ത് കൊടുക്കേണ്ടി വരും. അല്ലാതെ A = B - C എന്ന് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്ന് മനസ്സിലാവും അത് എന്തിന്റെ ആണെന്നുള്ളത് ഇല്ല അല്ലെ.
അപ്പോൾ നമ്മൾ കോഡ് എഴുതാൻ നേരത്ത് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ നെയിം കൺവെൻഷൻ കൊടുക്കാം. അതായത് ഇപ്പം നമുക്ക് ഡയറക്റ്റ് നെറ്റ് സാലറി ഈക്വൽ ടു ഗ്രോസ് സാലറി മൈനസ് ഡിഡക്ഷൻ, ഇങ്ങനെ തന്നെ നമുക്ക് ഡയറക്റ്റ് കൊടുക്കാം. അപ്പം അങ്ങനെ കൊടുത്തു കഴിയുമ്പോഴേക്കും എന്താണ്, നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലേ, നെറ്റ് സാലറി ആണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഗ്രോസ് സാലറിന്ന് ഡിഡക്ഷൻ കുറച്ചിട്ടാണ് നമ്മൾ നെറ്റ് സാലറി കണ്ടുപിടിച്ചത്. അപ്പോൾ അത് ക്ലിയർ ആയിരിക്കും. അതുപോലെ തന്നെ ഇപ്പം നമ്മളൊരു സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം, സ്റ്റുഡൻറ്റ് നെയിം എന്ന് കൊടുക്കാം. വെറുതെ നമുക്ക് നെയിം എന്ന് കൊടുക്കാതെ സ്റ്റുഡൻറ്റ് നെയിം എന്ന് കൊടുക്കാം. അതുപോലെ സ്റ്റുഡൻറ്റ് ID, അതുപോലെ ഓരോന്നും നമുക്ക് അങ്ങനെ ആ ഒരു പേര് മെൻഷൻ ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇത്തിരിയും കൂടെ മനസ്സിലാവുന്ന രീതിയിൽ നമ്മളത് കൊടുക്കാം. ദെൻ യൂസ് ക്ലിയർ ആൻഡ് സിമ്പിൾ എക്സ്പ്രഷൻ. ഓക്കെ, നമ്മൾ എക്സ്പ്രഷൻസ് എഴുതുമ്പോഴേക്കും ക്ലിയർ ആയിട്ടും സിമ്പിൾ ആയിട്ടുള്ളത് എഴുതാം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നമുക്കിപ്പോൾ ഒരു റിമൈൻഡർ കിട്ടണം, ഒരു നമ്പറിൻ്റെ റിമൈൻഡർ, ഒരു ഡിവിഷൻ്റെ നമുക്ക് റിമൈൻഡർ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ആദ്യം ചെയ്യുക, നമ്മൾ ഓൾറെഡി മോഡുലസ് ഓപ്പറേറ്റർ പഠിച്ചിട്ടുണ്ട്. അതല്ലാതെ നമ്മളിപ്പം എങ്ങനെയാണ്, നമുക്കത് പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതറിയില്ല, നമ്മൾ ആ ഒരു കാര്യം പെട്ടെന്ന് ഓർത്തില്ല. അപ്പം നമ്മൾ എങ്ങനെ എഴുതും, നമ്മൾ നേരെ ഇപ്പോൾ y ഈക്വൽ ടു x മൈനസ് h/n ഇൻറ്റു n ഇങ്ങനെ എഴുതിയാൽ നമുക്ക് റിമൈൻഡർ കിട്ടും. പക്ഷെ ഇത് ഇത്തിരി വലുതാണ്, നമുക്ക് കൺഫ്യൂസിങ് ആണ്. അതുപോലെ തന്നെ ഇതൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ആണ് അല്ല, നമുക്ക് ഡൗട്ടാണ് ഇത് എന്ത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എഴുതിയത്, മനസ്സിലാവില്ല അല്ലേ. അപ്പോൾ ഇതിനൊരു എളുപ്പമായിട്ടാണ് നമ്മൾ എന്തെടുത്തത്, മോഡുലസ് ഓപ്പറേറ്റർ പഠിച്ചല്ലേ. അപ്പോൾ മോഡുലസ് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, y ഈക്വൽ ടു h mod n എന്ന് എഴുതാം. അപ്പം എന്തായി, നമുക്ക് ക്ലിയർ ആയി, അത് റിമൈൻഡർ കാണാൻ വേണ്ടിയിട്ടുള്ള എക്സ്പ്രഷൻ ആണ്. അപ്പം അങ്ങനെ യൂസ് ചെയ്യാം. നമ്മൾ ഭയങ്കര ലോങ് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള രീതിയിൽ എഴുതാതെ സിമ്പിളായിട്ട് നമ്മൾ എക്സ്പ്രഷൻസ് മെൻഷൻ ചെയ്യാം. ദെൻ യൂസ് കമൻസ് വേർ എവർ നീഡഡ്. കോഡ് എഴുതുമ്പോഴേക്ക് നമുക്ക് കമൻസ് യൂസ് ചെയ്യാം. ഓക്കെ, കമൻസ് എന്ന് പറയുന്നത് നമ്മൾ കോഡല്ല, നമുക്കത് എന്തിനാണ് യൂസ് ചെയ്തതെന്നുള്ളത് മനസ്സിലാവും. ഒരു കോഡ് എഴുതി കഴിഞ്ഞാൽ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്, നമുക്ക് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കമൻസ് കൊടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. കമൻസ് ആർ ദി സ്റ്റേറ്റ്മെന്റ്സ് വിച്ച് ആർ ഇഗ്നോർഡ് ബൈ ദി കമ്പൈലർ. കമൻസ് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, പക്ഷേ കമ്പൈലർ അത് ഇഗ്നോർ ചെയ്യും. കാരണം കമ്പൈലറിന് അത് എക്സിക്യൂട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കമൻസ് ജസ്റ്റ് നമുക്ക് വിസിബിൾ ആയിട്ട് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കമൻസ് കൊടുക്കുന്നത്. ഓക്കെ, ഈ ഒരു കമൻസ് തന്നെ നമുക്ക് 2 ടൈപ്പ് ഉണ്ട്. സിംഗിൾ ലൈൻ കമൻസും ഉണ്ട്, അതുപോലെ തന്നെ മൾട്ടി ലൈൻ കമൻസും ഉണ്ട്. സിംഗിൾ ലൈൻ കമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതാ ഈ ഒരു 2 സ്ലാഷ് വെച്ചിട്ടാണ് നമ്മളത് എഴുതുക. ഇപ്പം നമ്മളൊരു കോഡ് എഴുതി, ആ ഒരു കോഡ് എഴുതിയതിൽ നമുക്കിത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തതെന്ന് അറിയണമെങ്കിൽ നമുക്ക് സൈഡിൽ ഇങ്ങനെ 2 സ്ലാഷ് കൊടുത്തിട്ട് സിംഗിൾ ലൈനിൽ നമുക്ക് എഴുതാം. സിംഗിൾ ലൈനിൽ എൻഡ് ചെയ്യുന്ന കമൻറ്റ് ആണെങ്കിൽ ജസ്റ്റ് ഇറ്റ് ഈസ് എ ഫങ്ഷൻ ഫോർ ഫൈൻഡിങ് സം, അങ്ങനെ എന്തെങ്കിലും നമുക്ക് എഴുതണം എന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു സിംഗിൾ ലൈനിൽ തീരുന്ന കമൻറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്കിങ്ങനെ ഒരു 2 സ്ലാഷ് കൊടുത്തിട്ട് അത് മെൻഷൻ ചെയ്യാം. അതല്ല നമുക്ക് ഇത്തിരി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എഴുതണം, ഈ ഒരു ഫംഗ്ഷൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് ചെയ്തിരിക്കുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക. മൾട്ടി ലൈൻ കമൻസ് ഒരു സ്ലാഷ് കൊടുത്തിട്ട് ഒരു സ്റ്റാർ കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അത് മുഴുവൻ എഴുതിയിട്ട് അത് എൻഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കാം, തിരിച്ച് ആ ഒരു സ്റ്റാർ സ്ലാഷ് ഇങ്ങനെ എൻഡ് ചെയ്യാം. ഓക്കെ, അതാണ് ഇതിൻ്റെ ഫോർമാറ്റ്. അപ്പോൾ നമ്മൾ കോഡ് എഴുതാൻ നേരത്തെ നമുക്ക് സിംഗിൾ ലൈൻ കമൻറ്റ് ആണെങ്കിൽ ജസ്റ്റ് 2 സ്ലാഷ് കൊടുത്തിട്ട് എഴുതാം, ഒരൊറ്റ ലൈനിൽ എൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ. മൾട്ടി ലൈൻ വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, സ്ലാഷ് സ്റ്റാർ ഇടുക, നമ്മുടെ കണ്ടന്റ് എന്താണെന്ന് വെച്ച് എഴുതുക, കമൻറ്റ് എന്താണെന്ന് വെച്ച് എഴുതുക, എന്നിട്ട് അത് എൻഡ് ചെയ്യുമ്പോൾ എന്ത് കൊടുക്കുക, തിരിച്ച് സ്റ്റാർ സ്ലാഷ് എന്ന് കൊടുക്കുക. അപ്പോൾ അത് കമൻ്റ് ആയിട്ട് അവിടെ കിടക്കും. ഓക്കെ, ദെൻ റെലവൻസ് ഓഫ് ഇൻഡൻറ്റേഷൻ. അതായത് നമ്മൾ പ്രോഗ്രാം എഴുതുമ്പം അതിൻ്റെ ഒരു ഭംഗിക്ക് അതിനൊരു സ്റ്റൈല് കൊടുക്കണം. അതായത് ഇപ്പം മിസ് ഒരു എക്സാമ്പിൾ എഴുതി കാണിച്ചു തന്നപ്പോഴേക്കും നമ്മളൊരു ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഒരു ഫംഗ്ഷൻ തുടങ്ങി ഒരു കേളി ബ്രാക്കറ്റ് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ടാബ് നമ്മൾ കൊടുത്തിട്ട് അടുത്ത സൈഡിൽ നിന്ന് നമ്മൾ ബാക്കി എഴുതാം. അതായത് നമ്മൾ പ്രോഗ്രാമേഴ്സിന് മുന്നോട്ട് പോകുന്നതോറും പ്രോഗ്രാംസ് കാണിക്കും. അപ്പോൾ നിങ്ങൾക്കത് കൂടുതൽ മനസ്സിലാവും എങ്ങനെയാണ് ഒരു പ്രോഗ്രാം നല്ല ഭംഗിക്ക് എഴുതേണ്ടതെന്നുള്ളത്. ഓക്കെ, നമ്മൾ എല്ലാം കൂടെ ഒറ്റയടിക്ക് ലെഫ്റ്റ് സൈഡിൽ മാത്രമായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് താഴെ എഴുതി പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനും ബുദ്ധിമുട്ടായിരിക്കും, കാണാനും ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതതിൻ്റെ ഭംഗിക്ക് നമ്മൾ കോഡ് എഴുതണം. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത്, കമൻസ്. അതുപോലെ തന്നെ നമ്മൾ എങ്ങനെയാണ് ഐഡൻറ്റിഫയറിൻ്റെ പേര് കൊടുക്കേണ്ടതെന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് ആണ് ഈ ഒരു ടോപ്പിക്കിൽ പറയുന്നത്. അടുത്ത ടോപ്പിക് വരുന്നതാണ് വേരിയബിൾ ഇനിഷ്യലൈസേഷൻ. അത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഓൾറെഡി പഠിച്ചതാണല്ലേ. വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത് എങ്ങനെയാണ്, ഇനിഷ്യലൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. നോക്കിക്കേ, സപ്ലൈയിങ് വാല്യൂ ടു എ വേരിയബിൾ അറ്റ് ദി ടൈം ഓഫ് ഡിക്ലറേഷൻ. ഡിക്ലറേഷൻ്റെ ടൈമിൽ ഒരു വേരിയബിളിന് നമ്മളൊരു വാല്യൂ കൊടുക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, വേരിയബിൾ ഇനിഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിക്കേ, ഡേറ്റ ടൈപ്പ്
ഡേറ്റ ടൈപ്പ് ഏതാണെന്ന് മെൻഷൻ ചെയ്യുക, വേരിയബിളിന്റെ പേര് കൊടുക്കുക, എന്താണോ വാല്യൂ അത് കൊടുക്കുക, അസൈൻമെന്റ് ഓപ്പറേറ്റർ വെച്ചിട്ട് വാല്യൂ എന്താണെന്ന് കൊടുക്കുക, സ്റ്റേറ്റ്മെന്റ് ക്ലോസ് ചെയ്യാം. കണ്ടോ, ഇൻഡ് xyz ഈക്വൽ ടു 120 കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് എഴുതാം, ഡേറ്റ ടൈപ്പ് എഴുതിയിട്ട് വേരിയബിൾ കഴിഞ്ഞ് ബ്രാക്കറ്റിൽ നമുക്ക് ആ ഒരു വാല്യൂ കൊടുത്ത് സ്റ്റേറ്റ്മെന്റ് ക്ലോസ് ചെയ്യാം. ഓക്കെ, അത് നോക്കിക്കേ, ഇൻഡ് xyz ബ്രാക്കറ്റിൽ 120. ഓക്കെ, അപ്പോൾ ഈ ഒരു രണ്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേരിയബിൾ ഇനിഷ്യലൈസേഷൻ ചെയ്യാനായിട്ട് സാധിക്കും. അറിയാവുന്ന കാര്യമാണല്ലോ, നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഓക്കെ, then a variable can also be initialized during the execution of a program. ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്തും എന്ത് ചെയ്യാൻ പറ്റും, വേരിയബിൾ ഇനിഷ്യലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡൈനാമിക് ഇനിഷ്യലൈസേഷൻ എന്ന് വിളിക്കുന്നത്. എന്താണ്, ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് വേരിയബിൾ ഇനിഷ്യലൈസ് ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സിനെയാണ് ഡൈനാമിക് ഇനിഷ്യലൈസേഷൻ എന്ന് വിളിക്കുന്നത്. നമുക്ക് എക്സാമ്പിൾ നോക്കാം. നമുക്കിപ്പോൾ നമ്മൾ 2 നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തു. ആ 2 നമ്പറിന്റെ പ്രൊഡക്റ്റ് നമുക്ക് കാണണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്ലോട്ടാണ് കൊടുത്തിരിക്കുന്നത്, ഫ്ലോട്ടാണ് ഡേറ്റ ടൈപ്പ്, വേരിയബിൾ നെയിം എന്താ, പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ എത്രയാണെന്ന് നമുക്കറിയില്ല, അത് എപ്പോഴാണ് നമുക്ക് കിട്ടുക, നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തു, 2 നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തു, അന്നേരം തന്നെ ആയിരിക്കും അതിൻ്റെ പ്രൊഡക്റ്റ് കാണുക അല്ലേ, അതായത് എക്സിക്യൂഷൻ്റെ സമയത്തായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് കൊടുക്കും, എക്സ് ഇൻറ്റു വൈ, എക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു നമ്പർ കൊടുക്കും, വൈ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു നമ്പർ ഇൻപുട്ട് ചെയ്യും അല്ലേ. അപ്പോൾ ആ ഒരു 2 നമ്പറിൻ്റെ പ്രോഡക്റ്റ് നമുക്ക് ആ ഒരു എക്സിക്യൂഷൻ്റെ സമയത്തായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ഇതാണ് ഡൈനാമിക് ഇനിഷ്യലൈസേഷൻ. അതുപോലെ തന്നെ ഇപ്പം നമുക്ക് ഇൻട്രസ്റ്റ് കാണണമെന്ന് വിചാരിക്കാം. ഇൻട്രസ്റ്റ് കാണുമ്പോൾ നമ്മൾ അങ്ങോട്ട് ഇൻപുട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷമേ നമുക്കതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുകയുള്ളൂ. എന്താണ് ഇൻട്രസ്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതും നമ്മൾ ആ ഒരു എക്സ്പ്രഷൻ എഴുതി കൊടുത്തിട്ടായിരിക്കും എഴുതാം. ക്ലിയർ ആണല്ലോ. ഇനി അത് കഴിഞ്ഞ് വരുന്നതാണ് യൂസ് ഓഫ് കോൺസ്റ്റ് ആക്സസ് മോഡിഫയർ. ഇത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചാണ്. എന്തിനാണ് നമ്മൾ കോൺസ്റ്റ് യൂസ് ചെയ്യുന്നത്, നമുക്കൊരു വേരിയബിളിനെ കോൺസ്റ്റന്റ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് കോൺസ്റ്റ് എന്ന് പറയുന്ന ഒരു ആക്സസ് മോഡിഫയർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ എന്താണ്, പൈയുടെ വാല്യൂ 3.14 ആണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ മാത്സിൽ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു വാല്യൂ 3.14 എന്ന് പറയുന്നത് ഫ്ലോട്ട് ഡേറ്റ ടൈപ്പിലാണ് കൊടുക്കുന്നത്. ഇത് നമുക്ക് പ്രോഗ്രാമിൽ ഫുള്ള് കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ വെക്കണം. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യുക, കോൺസ്റ്റ് എന്ന് ഫ്രണ്ടിൽ കൊടുക്കുക, എന്നിട്ട് ഫ്ലോട്ട് പൈ 3.14 എന്ന് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോഴേക്കും ത്രൂ ഔട്ട് ആ ഒരു പ്രോഗ്രാമിൽ ഇതിൻ്റെ വാല്യൂ കോൺസ്റ്റന്റ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ. ഇത് രണ്ടും നമ്മുടെ കോൺസ്റ്റ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ വേരിയബിളിൻ്റെ യൂസും നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഓൾറെഡി പഠിച്ചതാണ്. ടൈപ്പ് മോഡിഫയേഴ്സ്. ടൈപ്പ് മോഡിഫയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പേര് പോലെ തന്നെ നമ്മൾ ഡേറ്റ ടൈപ്പിനെ മോഡിഫൈ ചെയ്യുന്നു. അതിൻ്റെ സൈസിൽ അല്ലെങ്കിൽ അതിൻ്റെ പ്രിസിഷനിലോ റേഞ്ചിലോ ഒക്കെ നമ്മൾ ഓൾട്ടറേഷൻ വരുത്തുന്നതിനെയാണ് ടൈപ്പ് മോഡിഫയേഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ മെയിൻ ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടൈപ്പ് മോഡിഫയേഴ്സ് സൈൻഡ് ആൻഡ് അൺസൈൻഡ്, അതുപോലെ ലോങ് ആൻഡ് ഷോർട്ട്. ഓക്കെ, ഇപ്പം നമ്മുടെ ഡബിൾ എന്ന് പറയുന്നത് ഫ്ലോട്ടിനേക്കാളും വലുതായിരിക്കും. അതുപോലെ തന്നെ ലോങ് ഡബിൾ എന്ന് പറയുന്നത് ഡബിളിനേക്കാളും വലുതായിരിക്കും, അറ്റ്ലീസ്റ്റ് ഡബിളിനേക്കാളും വലുതായിരിക്കും എന്നാണ് പറയുന്നത്. ഈ ഒരു ടേബിൾ നോക്കിക്കേ, നമ്മൾ ഇതിൽ 4 എണ്ണം നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചാണ്. അപ്പോൾ ക്യാരക്ടർ എന്ന് പറയുമ്പോഴേക്കും നമ്മൾ അവിടെ കൊടുക്കുന്ന സൈസ് എന്താ, 1 ബൈറ്റ് ആണ്. അതിൻ്റെ അൺസൈൻഡ് ആയിട്ടുള്ള റേഞ്ചും സൈൻഡ് ആയിട്ടുള്ള റേഞ്ചും സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ കാണാതെ പഠിക്കണമൊന്നുമില്ല, ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി അതിൻ്റെ ചേഞ്ച് എന്താണെന്നുള്ളത്. ഓക്കെ, ബാക്കി ഷോർട്ട് ഇൻറ്റ് എന്ന് പറയുമ്പോഴേക്കും ഷോർട്ട് ഇൻറ്റീജർ എന്നാണ് അർത്ഥം. ഇൻറ്റിൻ്റെ വാല്യൂ എന്താണ്, ഇൻറ്റിന് നമ്മൾ കൊടുക്കുന്ന സൈസ് 4 ബൈറ്റ് ആണ്. ഷോർട്ട് ഇൻറ്റ് എന്ന് പറയുമ്പോൾ എന്താ, അതിന് ചെറുതാക്കി അല്ലേ, അപ്പോൾ നമുക്ക് എന്താണ് 2 ബൈറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ലോങ് ഇൻറ്റ് എന്ന് പറയുമ്പോഴേക്കും ലോങ് ഇൻറ്റീജറിന് സെയിം 4 ബൈറ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഫ്ലോട്ട് എന്ന് പറയുമ്പോഴേക്കും 4 ബൈറ്റ് ആണ്. ഡബിൾ എന്ന് പറയുമ്പോൾ എന്താ ചെയ്യുന്നത്, ഫ്ലോട്ടിനേക്കാളും ഇത്രയും കൂടെ പ്രിസിഷൻ കൂട്ടിയെടുക്കുന്നതാണ്, അതുകൊണ്ട് അവിടെ 8 ബൈറ്റ് വരുന്നുണ്ട്. ലോങ് ഡബിൾ എന്ന് പറയുമ്പോൾ എന്താണ്, ഡബിളിനേക്കാളും ഇത്രയും കൂടെ പ്രിസിഷൻ കൂട്ടിയെടുക്കും, അപ്പോൾ അതുകൊണ്ട് അത് 12 ബൈറ്റ് ആയിട്ട് വരുന്നു. കണ്ടോ, അപ്പോൾ അങ്ങനെ നമ്മൾ സൈസിൽ അല്ലെങ്കിൽ അതിൻ്റെ പ്രിസിഷനിൽ ഓൾട്ടറേഷൻ വരുത്തുന്നതിനെയാണ് ഈ ഒരു ടൈപ്പ് മോഡിഫയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം ടൈപ്പ് മോഡിഫയേഴ്സ് എന്താണെന്നുള്ളത് ക്ലിയർ അല്ലേ. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ചാപ്റ്ററിൽ കുറച്ച് ഓപ്പറേറ്റേഴ്സ് പഠിച്ചു. ഏതൊക്കെയായിരുന്നു, അരിത്തമെറ്റിക്, റിലേഷണൽ, ലോജിക്കൽ, അസൈൻമെന്റ് എന്നിങ്ങനെ കുറച്ച് ഓപ്പറേറ്റേഴ്സ് പഠിച്ചല്ലേ. അപ്പോൾ അതിൽ തന്നെ അരിത്തമെറ്റിക്കും അസൈൻമെന്റും കൂടി നമ്മൾ കമ്പൈൻ ചെയ്തെടുക്കുകയാണ് ഇവിടെ അരിത്തമെറ്റിക് അസൈൻമെന്റ് ഓപ്പറേറ്റർ. അപ്പോൾ എന്താ സംഭവിക്കുക, അതിൻ്റെ ഓപ്പറേറ്റേഴ്സിനെ തമ്മിൽ നമ്മൾ ഒന്നിച്ചെടുക്കുന്നു. അഡീഷൻ്റെ ഓപ്പറേറ്ററും അസൈൻമെന്റ് ഓപ്പറേറ്ററും, അതുപോലെ സബ്ട്രാക്ഷൻ്റെ കൊടുത്തു, മൾട്ടിപ്ലിക്കേഷൻ്റെ ഓപ്പറേറ്ററും അതിൻ്റെ ഒപ്പം അസൈൻമെന്റ് ഓപ്പറേറ്റർ കൊടുത്തിട്ടുണ്ട്, ഡിവിഷൻ്റെ ഓപ്പറേറ്ററും അസൈൻമെന്റ് ഓപ്പറേറ്ററും, ദെൻ മോഡുലസും അസൈൻമെന്റ് ഓപ്പറേറ്ററും, ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്ത് എഴുതിയിരിക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു അരിത്തമെറ്റിക് അസൈൻമെന്റ് ഓപ്പറേറ്റർ എഴുതുന്നത്. ഓക്കെ, ദീസ് ആർ ബൈനറി ഓപ്പറേറ്റേഴ്സ് ആൻഡ് ദ ഫസ്റ്റ് ഓപ്പറാൻഡ് ഷുഡ് ബി എ വേരിയബിൾ. എന്താണ്, ഇതൊരു ബൈനറി ഓപ്പറേറ്റർ ആണ് അല്ലേ. നമുക്ക് 2 ഓപ്പറാൻഡ്സ് വരുന്നുണ്ട്. ഇതിൽ ഫസ്റ്റ് ഓപ്പറാൻഡ് എന്ന് പറയുന്നത് ഇതിന്റെ വേരിയബിൾ കൂടിയാണെന്നാണ് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു അരിത്തമെറ്റിക് അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് എഴുതുക, നോക്കിക്കേ. x + = 10.
ഓക്കെ, അത് അഡീഷന്റെ ആണ് അല്ലേ. അപ്പോൾ എക്സ് പ്ലസ് ഈക്വൽ ടു 10 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അതിന്റെ ഇക്വാലന്റ് അരിത്തമെറ്റിക് ഓപ്പറേഷൻ എങ്ങനെ എഴുതുന്നതെന്ന് നോക്കിക്കേ. എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 10. നമ്മൾ എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 10 എന്ന് എഴുതുന്നതിന് എങ്ങനെ എഴുതാം? നമുക്ക് എക്സ് പ്ലസ് ഈക്വൽ ടു 10 എന്ന് എഴുതാം. മനസ്സിലായോ? അതുപോലെ തന്നെ ഇപ്പൊ മൈനസ് ആണെങ്കിൽ എന്താ? എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 10. ആ എക്സ് തന്നെയാണ് നമ്മൾ ഇവിടെ ഫസ്റ്റ് ഓപ്പറാൻഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോഴും അതുപോലെ തന്നെ ഡിവിഷൻ വരുമ്പോഴും കണ്ടോ എക്സ് ഈക്വൽ ടു എക്സ് ബൈ 10. മോഡുലസ് യൂസ് ചെയ്യുമ്പോഴും എന്താ വരുന്നത് ആൻസർ? എക്സ് ഈക്വൽ ടു എക്സ് മോഡ് 10. ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. ക്ലിയർ അല്ലേ? സിമ്പിൾ ആണല്ലേ? നമ്മൾ അത് രണ്ടും കൂടി ജോയിൻ ചെയ്ത് എഴുതുന്നു, അത്രേ ഉള്ളൂ. ഇനി അടുത്തത് വരുന്നതാണ് ഇൻക്രിമെന്റ് ആൻഡ് ഡിക്രിമെന്റ്. മിസ് കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മുടെ ബൈനറി പഠിച്ചതിൻ്റെ ഒപ്പം തന്നെ അതിന് തൊട്ട് മുന്നേ ആയിട്ട് യൂണറി പഠിച്ചു. അതായത് ഒരു ഓപ്പറാൻഡ് യൂസ് ചെയ്യുന്നതാണ് യൂണറി എന്ന് പറഞ്ഞു. അവിടെ എന്തായിരുന്നു എക്സാമ്പിൾ പറഞ്ഞത്? ഒരു എക്സാമ്പിൾ നമ്മൾ ഒരു നമ്പറിന്റെ സൈൻ കണ്ടുപിടിക്കുന്നതായിരുന്നു അല്ലെ, പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് എന്ന് എഴുതുന്നത് ഒരു യൂണറി ആണെന്ന് പറഞ്ഞു. അത് കൂടാതെ പ്ലസ് പ്ലസ് എ അല്ലെങ്കിൽ എ പ്ലസ് പ്ലസ്, അതുപോലെ ബി പ്ലസ് പ്ലസ്, പ്ലസ് വേണ്ട ഇപ്പം മൈനസ് നോക്കും, ബി മൈനസ് മൈനസ് അല്ലെങ്കിൽ മൈനസ് മൈനസ് സി, ഇങ്ങനെയൊക്കെ എഴുതാന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇതെന്താന്ന് നമ്മൾ അടുത്ത ചാപ്റ്ററിൽ പഠിക്കുമെന്നാണ് അന്നേരം പറഞ്ഞത്. അപ്പൊ അതാണ് ഈ സംഭവം ഇൻക്രിമെന്റ് ആൻഡ് ഡിക്രിമെന്റ്. ഓക്കെ, അങ്ങനെ നമ്മൾ എഴുതുന്നതിനെയാണ് ഇൻക്രിമെന്റ് ആൻഡ് ഡിക്രിമെന്റ് എന്ന് പറയുന്നത്. ഇതൊരു യൂണറി ആണ്, ഒരു ഓപ്പറാൻഡ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോ പ്ലസ് പ്ലസ് എന്ന് പറയുന്നതാണ് ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ. ഇൻക്രിമെന്റ് ചെയ്യുക എന്ന് വെച്ചാൽ നമ്മൾ ഒരു വേരിയബിളിന്റെ വാല്യൂ ഒന്ന് കൂട്ടിയെടുക്കുക. അതായത് എക്സ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് 1 ആക്കി എടുക്കാം. ഇപ്പോ എക്സ് പ്ലസ് പ്ലസ് എന്ന് ഞാൻ എഴുതി. ഇതിന്റെ അർത്ഥം എന്താണ്? ഇത് നമുക്ക് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 എന്ന് എഴുതാം. മനസ്സിലായോ? അതായത് എന്താണോ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് വേരിയബിൾ, അതിനെ ഒന്ന് കൂട്ടി എഴുതുന്നതിനെയാണ് എക്സ് പ്ലസ് പ്ലസ് എന്ന് നമ്മൾ എഴുതുന്നത്. ഓക്കെ, നമുക്കൊരു പ്രോഗ്രാം നോക്കാം. എക്സ് ഈക്വൽ ടു 10 എന്ന് കൊടുത്തു. ഓക്കെ, സി ഈക്വൽ ടു എക്സ് പ്ലസ് പ്ലസ് എന്ന് കൊടുത്തു. ക്ലിയർ അല്ലേ? എന്റെ മിസ് പറയാണ് പ്രിന്റ് സി. സി പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ആൻസർ വരിക? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എന്തായിരിക്കും സി പ്രിന്റ് ചെയ്യാൻ പറഞ്ഞാൽ വരിക? ആദ്യം തന്നെ മൈൻഡിലേക്ക് വരുന്നത് 11 ആയിരിക്കും. കാരണം എന്താ? എക്സ് 10 ആണ്, സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് പ്ലസ് പ്ലസ് ആണ്. അപ്പൊ 10 + 1 11 ആയിരിക്കും എന്നല്ലേ ആലോചിക്കുക. പക്ഷെ 11 അല്ല, ആൻസർ 10 ആണ്. ഇനി പ്രിന്റ് എക്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും എന്നാ വിചാരിക്കുക? പ്രിന്റ് എക്സ് എന്ന് പറയുമ്പോൾ എക്സ് ഈക്വൽ ടു 10 എന്ന് കൊടുത്തിട്ടില്ലേ, 10 ആയിരിക്കും എന്ന് വിചാരിക്കും. പക്ഷെ ഇവിടെ 10 അല്ല, ഇവിടെ 11 ആയിരിക്കും വരുന്നത്. അപ്പൊ അത് എങ്ങനെയാ കിട്ടിയെന്ന് അറിയണ്ടേ? ഓക്കെ, നമുക്ക് ഇവിടെ രണ്ട് എക്സും സിയും നമുക്ക് ഇവിടെ എഴുതാം. ഇത് എക്സ് ആണ്, ഇത് സി. ഓക്കെ, അപ്പൊ ആദ്യം എന്താ പറഞ്ഞിരിക്കുന്നത്? എക്സ് ഈക്വൽ ടു 10. അപ്പൊ നമുക്ക് എക്സ് ഈക്വൽ ടു 10 കൊടുക്കാം. ഇനി അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്? സി ഈക്വൽ ടു എക്സ് പ്ലസ് പ്ലസ്. ഈ സി ഈക്വൽ ടു എക്സ് പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി ഈക്വൽ ടു എക്സും ആണ്, അതുപോലെ തന്നെ എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 ഉണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നില്ലേ? സി ഈക്വൽ ടു എക്സ് പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എന്താ? സി ഈക്വൽ ടു എക്സ് ആണ്, പിന്നെന്താ? എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 ആണ്. അപ്പൊ അത് രണ്ടും നടക്കണം. അപ്പൊ ആദ്യം എന്താ നടക്കുന്നത്? സി ഈക്വൽ ടു എക്സ്. അപ്പൊ സിന്റെ സ്ഥാനത്ത് എന്ത് എഴുതണം? എക്സിന്റെ വാല്യൂ എഴുതണം, 10 എഴുതി. പിന്നെ എന്താ നടക്കുന്നത്? എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 ആണ്. അപ്പൊ ഈ എക്സ് എന്തായി? 11 ആയി. ക്ലിയർ അല്ലേ? ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രിന്റ് സി. അപ്പൊ നമുക്ക് ഏത് പ്രിന്റ് ചെയ്യാം? 10 ആയിരിക്കും പ്രിന്റ് ചെയ്യാം. ഇനി പ്രിന്റ് എക്സ് എന്ന് പറയുമ്പോ എന്താ? എക്സിന്റെ വാല്യൂ എന്താ ഇപ്പോ? 11 ആണ്. അപ്പൊ 11 ആയിരിക്കും പ്രിന്റ് ചെയ്യാം. മനസ്സിലായില്ലേ? അപ്പോ ഇങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ പോസ്റ്റ് ഫിക്സ് ഫോം എന്ന് വിളിക്കുന്നത്. എന്താണ്? പോസ്റ്റ് ഫിക്സ് ഫോം. അതായത് യൂസ് ദെൻ ചേഞ്ച്. ആദ്യം നമ്മൾ യൂസ് ചെയ്യുക. ആദ്യം എക്സിനെ നമ്മൾ യൂസ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് അതിന്റെ ചേഞ്ച് ചെയ്തു. എക്സിനെ നമ്മൾ ചേഞ്ച് ചെയ്തു. ഫസ്റ്റ് യൂസ് ചെയ്തു, ദെൻ ചേഞ്ച് ചെയ്തു. നമ്മളിപ്പം ഫോണിന്റെ ബില്ലൊക്കെ അടയ്ക്കുകയാണെങ്കിൽ എങ്ങനെയൊക്കെ ഉണ്ട്? പോസ്റ്റ് പെയ്ഡും ഉണ്ട്, പ്രീപെയ്ഡും ഉണ്ടല്ലേ. പോസ്റ്റ് പെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മൾ ആദ്യം യൂസ് ചെയ്യും. നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം എന്തോരായി എന്നുള്ളതിന്റെ ബില്ലടയ്ക്കും. പ്രീപെയ്ഡ് ആണെങ്കിലോ ഓൾറെഡി നമ്മൾ പേ ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്യും അല്ലേ. സെയിം ആ ഒരു കോൺസെപ്റ്റ് ആണ് പറയുന്നത്. ഇവിടെ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? എക്സ് പ്ലസ് പ്ലസ് എന്ന് എഴുതിയോണ്ട് ആദ്യം എക്സ് യൂസ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് എക്സിനെ ഇൻക്രിമെന്റ് ചെയ്തു. ക്ലിയർ അല്ലേ? ഇനി നേരെ തിരിച്ചാണെന്ന് വിചാരിക്കുക, പ്ലസ് പ്ലസ് എക്സ് എന്നാണെന്ന് വിചാരിക്കുക. അവിടെയും നടക്കുന്നത് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 തന്നെയാണ്. പക്ഷെ ഈ സെയിം പ്രോഗ്രാം നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാ വരിക? എക്സ് ഈക്വൽ ടു 10 എന്നും കൊടുത്തു, സി ഈക്വൽ ടു പ്ലസ് പ്ലസ് എക്സ് എന്ന് ഞാൻ കൊടുത്തു. ഓക്കെ, അപ്പൊ ഞാൻ പ്രിന്റ് സി എന്ന് പറയുമ്പോഴേക്കും ഏതായിരിക്കും പ്രിന്റ് ചെയ്യുക? ഏതായിരിക്കും?
ഇവിടെ പ്രിന്റ് സി എന്ന് പറയുമ്പോഴേക്കും പ്രിന്റ് ആവുന്നത് 11 ആയിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞ് പ്രിന്റ് എക്സ് എന്ന് ഞാൻ പറഞ്ഞു. പ്രിന്റ് എക്സ് എന്ന് പറയുമ്പോഴും ഇവിടെ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് 11 ആയിരിക്കും. അതെങ്ങനെ കിട്ടിയെന്ന് അറിയണ്ടേ? ഇവിടെ അപ്പൊ എങ്ങനെയാ ചേഞ്ച് വരുന്നത്? നമുക്കിവിടെ എക്സ് ഉണ്ട്, അതുപോലെ സിയും ഉണ്ട്. ഓക്കെ, ആദ്യം എന്താണ്? എക്സ് ഈക്വൽ ടു 10, അത് നമ്മളിവിടെ കൊടുത്തു. പിന്നെ എന്താ സംഭവിക്കുന്നത്? സി ഈക്വൽ ടു പ്ലസ് പ്ലസ് എക്സ് ആണ്. അപ്പൊ ഇവിടെ നടക്കുന്നത് എന്തൊക്കെയാ? ആദ്യം എക്സ് പ്ലസ് 1 നടക്കും, അത് കഴിഞ്ഞിട്ട് ആ എക്സിനെ നമ്മൾ സിയിലേക്ക് കൊടുക്കും. നേരെ തിരിച്ച് അപ്പുറത്ത് എന്തായിരുന്നു? ആദ്യം സി ഈക്വൽ ടു എക്സ് കഴിഞ്ഞിട്ടായിരുന്നു എക്സിനെ ഇൻക്രിമെന്റ് ചെയ്തത്. ഇവിടെ വന്നപ്പോ എന്താ? ആദ്യം എന്താ കൊടുത്തിരിക്കുന്നത്? പ്ലസ് പ്ലസ്, പിന്നെയാണ് എക്സ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതായത് ആദ്യം എക്സിനെ ഇൻക്രിമെന്റ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ യൂസ് ചെയ്യും. അപ്പോ എക്സിന് ഇൻക്രിമെന്റ് ചെയ്തു. എക്സിന് ഇൻക്രിമെന്റ് ചെയ്യുമ്പോഴേക്കും എന്താ സംഭവിക്കുന്നത്? ഈ എക്സിന്റെ പ്ലേസ് എന്താവും? 11 ആവും അല്ലെ? എക്സ് പ്ലസ് 1 ആയി, 11 ആയി. പിന്നെ അവരെന്താ പറഞ്ഞേ? സി ഈക്വൽ ടു എക്സ്. അപ്പൊ സി എക്സ് എന്താണ്? ഇപ്പോ 11 ആണ്. അപ്പൊ ഇവിടെ 11 തന്നെ വരും. പിന്നെന്താ ചോദിച്ചിരിക്കുന്നത്? പ്രിന്റ് സി. സി എന്താ? 11 ആണ്. എക്സ് എന്താണ്? 11 ആണ്. അപ്പൊ ഇതിന് നമ്മൾ വിളിക്കുന്നത് പ്രീഫിക്സ് ഫോം. ഇത് പോസ്റ്റ് ഫിക്സ് ആണെങ്കിൽ ഇത് പ്രീഫിക്സ് ഫോം. ചേഞ്ച് ദെൻ യൂസ്. എന്താണ്? ആദ്യം നമ്മൾ ചേഞ്ച് ചെയ്തു അല്ലെ? ആദ്യം എക്സിനെ എക്സ് പ്ലസ് 1 ആക്കി ചേഞ്ച് ചെയ്തു, അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ യൂസ് ചെയ്തു. അതാണ് ഇവിടെ. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ എങ്ങനെയാന്നുള്ളത് രണ്ടെണ്ണം നമ്മൾ പഠിച്ചു. ഇൻക്രിമെന്റിൽ തന്നെ പോസ്റ്റ് ഫിക്സ് ഫോമും ഉണ്ട്, അതുപോലെ തന്നെ പ്രീഫിക്സ് ഫോമും ഉണ്ട്. ക്ലിയർ അല്ലേ? ഇൻക്രിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടുക എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? ഒന്ന് കൂട്ടുക. അപ്പൊ ഡിക്രിമെന്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഒന്ന് കുറയ്ക്കുക. ഓക്കെ, അപ്പൊ ഡിക്രിമെന്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് മൈനസ് ആണ്. അപ്പൊ ഇപ്പോഴത്തെ എങ്ങനെയാ എഴുതുക? നമുക്ക് എക്സ് മൈനസ് മൈനസ് എന്ന് എഴുതാം, അതുപോലെ തന്നെ മൈനസ് മൈനസ് എക്സ് എന്നും എഴുതാം. ഇവിടെ എന്താ സംഭവിക്കുക? എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 1, ഇതാണ് ഇവിടെ സംഭവിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു പ്രോബ്ലം വെച്ച് ഇത് നമുക്ക് ചെയ്തു നോക്കാം. ഇവിടെയും എക്സ് ഈക്വൽ ടു 10 എന്ന് കൊടുത്തു, സി ഈക്വൽ ടു എക്സ് മൈനസ് മൈനസ് എന്ന് കൊടുത്തു, പ്രിന്റ് സി പറഞ്ഞു. പ്രിന്റ് സി എന്തായിരിക്കും? പ്രിന്റ് സി പറയുമ്പോൾ വരാ ഇവിടെ 10 ആയിരിക്കും വരാം, 9 ആയിട്ട് വരത്തില്ല. അത് കഴിഞ്ഞ് പ്രിന്റ് നമ്മൾ എക്സ് കൊടുത്തു. പ്രിന്റ് എക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് 9 ആയിരിക്കും പ്രിന്റ് ചെയ്യാം. അപ്പൊ ഇതെങ്ങനെയാ സംഭവിക്കുന്നത്? നമ്മൾ നേരത്തെ ചെയ്ത സെയിം പ്രൊസീജിയർ തന്നെ. എക്സ് എഴുതാം, അതുപോലെ സിയും കൊടുക്കാം. ആദ്യം എന്താണ്? എക്സ് ഈക്വൽ ടു 10 ആണെന്ന് പറഞ്ഞു. ഇനി അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കുന്നത്? സി ഈക്വൽ ടു എക്സ് മൈനസ് മൈനസ്. അപ്പൊ ഇവിടെ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്? സി ഈക്വൽ ടു എക്സും ഉണ്ട്, അതുപോലെ എക്സ് മൈനസ് 1 ഉണ്ട്. എക്സ് മൈനസ് 1. അപ്പോൾ ആദ്യം സി ഈക്വൽ ടു എക്സ് ആക്കണം. അപ്പൊ അത് 10 കൊടുത്തു. പിന്നെന്താ സംഭവിക്കുന്നത്? എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 1. അപ്പൊ ഇവിടെ എന്തായി? 9 ആയി. ക്ലിയർ അല്ലേ? അപ്പൊ നോക്കിക്കേ, അപ്പൊ പ്രിന്റ് സി എന്ന് പറയുമ്പോൾ ഏത് പ്രിന്റ് ചെയ്യും? 10 പ്രിന്റ് ചെയ്യും. എക്സ് പ്രിന്റ് ചെയ്യാൻ വരുമ്പോൾ 9 ആയിരിക്കും. അപ്പൊ ഇതും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിന്റെ പോസ്റ്റ് ഫിക്സ് ഫോം ആയിരിക്കും. ഓക്കെ, സെയിം തന്നെ നമ്മൾ എന്ത് ചെയ്യാ? പ്രീഫിക്സിനും ചെയ്യാം. പ്രീഫിക്സ് ചെയ്യുമ്പോഴേക്കും എന്തായിരിക്കും വരിക? സി ഈക്വൽ ടു മൈനസ് മൈനസ് എക്സ് എന്നായിരിക്കും. അതായത് നമുക്ക് എക്സ് മൈനസ് 1 ആദ്യം ചെയ്യും, അത് കഴിഞ്ഞിട്ട് സി ഈക്വൽ ടു എക്സ് എന്നുള്ളത് എഴുതും. ക്ലിയർ ആയില്ലേ? അപ്പൊ ഇങ്ങനെയാണ് വരുന്നത്. ഇത് ഇതിന്റെ പ്രീഫിക്സ്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, എക്സ് പ്ലസ് പ്ലസ് അതുപോലെ എക്സ് മൈനസ് മൈനസ് എന്ന് പറയുന്നത് പോസ്റ്റ് ഫിക്സ് ഫോം ആണ്. ഓക്കെ, യൂസ് ദെൻ ചേഞ്ച് മെത്തേഡ്. അതായത് നമ്മൾ ആദ്യം നമ്മുടെ എക്സ് എന്ന് പറയുന്ന വേരിയബിൾ നമ്മൾ ആദ്യം എഴുതിയിട്ട് രണ്ടാമത് സൈൻ കൊടുക്കുകയാണ്. അപ്പൊ അത് വരുന്നത് പോസ്റ്റ് ഫിക്സും, അതുപോലെ ആദ്യം നമ്മൾ സൈൻ കൊടുത്തിട്ട് രണ്ടാമതാണ് വേരിയബിൾ എഴുതുന്നതെങ്കിൽ അതെന്താണ്? പ്രീഫിക്സ് ഫോം. അതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലായല്ലോ? നമ്മൾ കുറച്ചു മുന്നേ നമ്മൾ പഠിച്ചോളൂ എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ, അപ്പൊ പോസ്റ്റ് ഫിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം യൂസ് ചെയ്യുന്നു, പിന്നെ ചേഞ്ച് ചെയ്യുന്നു. പ്രീഫിക്സ് എന്ന് പറയുമ്പോഴേക്കും ആദ്യം നമ്മൾ ചേഞ്ച് ചെയ്യും, അതിന് ശേഷമായിരിക്കും നമ്മളത് യൂസ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. റൈറ്റ് 3 ഡിഫറെന്റ് ഫോംസ് ഓഫ് എ ഈക്വൽ ടു എ പ്ലസ് 1. അപ്പോൾ എ ഈക്വൽ ടു എ പ്ലസ് 1 എന്നത് നമുക്ക് വേറെ 3 ഡിഫറെന്റ് ഫോമിൽ എഴുതാനാണ് പറയുന്നത്. ഇതെങ്ങനെ എഴുതാൻ സാധിക്കും നോക്കിക്കേ. നമുക്ക് എ ഈക്വൽ ടു എ പ്ലസ് 1 എന്നല്ലേ? അപ്പൊ എങ്ങനെ എഴുതാം? എ പ്ലസ് പ്ലസ് എന്ന് എഴുതാൻ പാടില്ലേ? എ പ്ലസ് പ്ലസ് എന്ന് ഉദ്ദേശിച്ചാൽ എ ഈക്വൽ ടു എ പ്ലസ് 1 ആണ്. അതുപോലെ തന്നെ എങ്ങനെ എഴുതാം? പ്ലസ് പ്ലസ് എ എന്നും എഴുതാമല്ലോ. രണ്ടും അത് തന്നെയാണല്ലേ അർത്ഥം. പിന്നെ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഈ 2 വേരിയബിളും സെയിം ആണല്ലേ? അപ്പൊ നമുക്കിത് എങ്ങനെ എഴുതാം? എ പ്ലസ്
ഈക്വൽ ടു 1. ഇങ്ങനെ എഴുതാൻ പാടില്ലേ? നമ്മുടെ അസൈൻമെന്റ് ഓപ്പറേറ്റർ ആയിട്ട് അസൈൻമെന്റ് ഓപ്പറേറ്റർ വെച്ചിട്ട് നമുക്ക് ഇത് എഴുതാൻ പറ്റും. കാരണം ഇത് രണ്ടും സെയിം ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ എഴുതാം, ഇല്ലെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ എങ്ങനെയൊക്കെയാണ്? a പ്ലസ് പ്ലസ് എന്ന് എഴുതാം, പ്ലസ് പ്ലസ് എ എന്ന് എഴുതാം, അതുപോലെ തന്നെ a പ്ലസ് ഈക്വൽ ടു 1 ഇങ്ങനെയും എഴുതാം. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത് രണ്ടും എങ്ങനെയാന്നുള്ളത്. അടുത്ത വരുന്നതാണ് പ്രിസിഡൻസ് ഓഫ് ഓപ്പറേറ്റേഴ്സ്. അതായത് നമുക്കിപ്പോൾ ഒരു എക്സ്പ്രഷൻ തരുവാണെങ്കിൽ നമ്മൾ ഏതാണ് ആദ്യം കൺസിഡർ ചെയ്യേണ്ടത്, ഏതാണ് രണ്ടാമത് കൺസിഡർ ചെയ്യേണ്ടത്, അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം നോക്കേണ്ടത് പരാന്തസിസ് ആണ്. ഓക്കെ, അതായത് ബ്രാക്കറ്റിൽ കൊടുക്കുന്ന എന്താണോ അതിനായിരിക്കണം നമ്മൾ ഫസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അതായിരിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് കൊടുക്കുക? ഇൻക്രിമെന്റ്, ഡിക്രിമെന്റ്, അതുപോലെ നോട്ട്, യൂണറി ഓപ്പറേറ്റേഴ്സ്, ഇതൊക്കെ പ്ലസും മൈനസ്, പിന്നെ സൈൻ ഓഫ്, ഇങ്ങനത്തെയുള്ള ഓപ്പറേഷൻസിനാണ് നമ്മൾ അത് കഴിഞ്ഞിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, നമ്മൾ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് വരുന്നതാണ് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും മോഡുലസും. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ നമ്മുടെ അഡീഷനും സബ്ട്രാക്ഷനും. അപ്പോൾ ഒരു എക്സ്പ്രഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ ചാടിക്കയറി എന്ത് ചെയ്യരുത്? നമ്മുടെ അഡീഷൻ കണ്ടു കഴിഞ്ഞാൽ അഡീഷനിലേക്ക് പോകരുത്. അവിടെ ബ്രാക്കറ്റ് ഉണ്ടോ എന്ന് നോക്കാം. ബ്രാക്കറ്റിൽ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ആദ്യം ചെയ്യാം. അത് കഴിഞ്ഞ് അവിടെ ഇൻക്രിമെന്റ് കൊടുത്തിട്ടുണ്ടോ, ഡിക്രിമെന്റ് കൊടുത്തിട്ടുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്, സൈനിന് വ്യത്യാസം ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, മോഡുലസ് ഇത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യാം. അതും ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? അഡീഷൻ അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ എന്തിന് വാല്യൂ ഉള്ളത്? നമ്മുടെ ലെസ് ദാൻ, അതുപോലെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് വരിക. ദെൻ പിന്നെ പ്രയോറിറ്റി വരുന്നത് ഈക്വൽ ടുവിനും നോട്ട് ഈക്വൽ ടുവിനും പ്രയോറിറ്റി വരും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണ്? ആൻഡിന് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് 3 ഉണ്ട്. അതിൽ നമ്മൾ നോട്ട് നമ്മൾ ആദ്യം എടുത്തു, അതുകൂടാതെ ലോജിക്കൽ ആൻഡ് കഴിഞ്ഞിട്ടാണ് ലോജിക്കൽ ഓർ നമ്മൾ എടുക്കുക. ദെൻ കണ്ടീഷണൽ എക്സ്പ്രഷൻ, അത് നമ്മൾ എന്താണെന്ന് പഠിച്ചിട്ടില്ല, അത് നമ്മൾ പഠിക്കും. ദെൻ അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ്, അരിത്തമെറ്റിക് അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ്, ഏറ്റവും ലാസ്റ്റ് കോമ. അപ്പം ഇങ്ങനെയാണ് അതിൻ്റെ ആ ഒരു പ്രയോറിറ്റി വരുന്നത്. അപ്പോൾ ഇങ്ങനെ വേണം നമ്മൾ ഒരു എക്സ്പ്രഷൻ കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യേണ്ടത്. കാണാനൊന്നും പഠിക്കേണ്ട, ജസ്റ്റ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മൾ കുഞ്ഞിലേ തൊട്ട് മാത്സ് ചെയ്യുമ്പോഴേക്കും നമ്മൾ എന്താ ചെയ്യുക? ആദ്യം ബ്രാക്കറ്റ് നോക്കും, ബ്രാക്കറ്റിലുള്ള കാര്യങ്ങൾ ആദ്യം ചെയ്യും, പിന്നെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യും, അത് കഴിഞ്ഞ് അഡീഷൻ ചെയ്യും, അല്ലേ? അപ്പോൾ അതിനിടയിൽ നമുക്ക് ഇവിടെ വരുന്ന ബാക്കി എക്സ്പ്രഷൻസ് കൂടി, ബാക്കി ഓപ്പറേഷൻസ് കൂടി അതിൻ്റെ ഇടയിൽ എപ്പോഴാണ് പെർഫോം ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു പ്രയോറിറ്റി, അതിൻ്റെ ഒരു ഓർഡർ ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ?